ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്ത ഷെങ്കൻ വിസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയ്ക്ക് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കാമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറേ ആളുകൾക്ക് അത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യുമ്പോഴേക്കും എങ്ങനെ നമുക്ക് ആ ഒരു ഷെങ്കൻ വിസയുടെ ഒരു റിജക്ഷൻ റേറ്റ് നമുക്ക് കുറയ്ക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് നമുക്കൊരു 3-4 കാര്യം ഡിസ്കസ് ചെയ്യാം. അതും ഈ അക്കോമഡേഷനും ഈ നമ്പർ ഓഫ് ഡേയ്സ് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 3-4 കാര്യമാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, ചില ആൾക്കാർ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അക്കോമഡേഷൻ്റെ പ്രൂഫ് സെലക്ട് ചെയ്യുന്നത് ഒറ്റ ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ഈവൻ ദോ നിങ്ങൾ എന്താ പറയുക ഒരു 10 ദിവസത്തെ ട്രാവലും നിങ്ങൾ ചിലപ്പം കവർ ലെറ്ററിനകത്ത് നിങ്ങളൊരു 3-4 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ കാണിക്കുമെങ്കിലും നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് ഒരൊറ്റ ഡെസ്റ്റിനേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ഡൗട്ട് വരുത്തുന്ന ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളൊരു 10 ദിവസം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 10 ദിവസത്തെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 3-4 സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഈ 3-4 സ്ഥലങ്ങളിലേക്കുള്ള ഡെസ്റ്റിനേഷനിലേക്കുള്ള അക്കോമഡേഷൻ്റെ പ്രൂഫ് കൂടെ സബ്മിറ്റ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 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 ഡൗട്ട് വരുന്നതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എത്ര ദിവസമൊക്കെയാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, അത്രയും ദിവസങ്ങളിലേക്ക് ആ ട്രാവലിനെ നിങ്ങൾ എന്തായാലും 3-4 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും ആ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കുള്ള അക്കോമഡേഷൻ്റെ പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ഒന്നാമത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പോയിന്റ്. രണ്ടാമത്തെ പറയുന്നത്, നമ്മൾ അക്കോമഡേഷൻ ഇപ്പം നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ ചൂസ് ചെയ്യും. ആ നമ്പർ ഓഫ് ഡേയ്സിൽ 3-4 സ്ഥലങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണിക്കും. പക്ഷേ ഈ 3-4 സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണിക്കുമ്പോഴേക്കും ചില ആൾക്കാർ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത് ഒരു റോങ് വേ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കാം. എന്ന് വെച്ചാൽ നമ്മളൊരു 10 ദിവസത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ 10 ദിവസത്തിന് ചിലപ്പോൾ 3 സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ 1 തൊട്ട് 4 വരെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, അതുപോലെ തന്നെ 5 തൊട്ട് 7 വരെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, 8 തൊട്ട് 10 വരെ വേറൊരു സ്ഥലത്ത്, 3 സ്ഥലങ്ങളിൽ നമ്മൾ 3 ഡെസ്റ്റിനേഷൻ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഹോട്ടൽ ബുക്കിംഗ് കൊടുക്കുമ്പോഴേക്കും ചില ആൾക്കാർ ബുക്ക് ചെയ്യുന്നത് 1 തൊട്ട് 4 വരെ ഒരു ബുക്കിംഗ്, 5 തൊട്ട് 7 വരെ ബുക്കിംഗ്, 8 തൊട്ട് 10 വരെ ബുക്കിംഗ്. ഇങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു റോങ് വേ ഓഫ് റോങ് അപ്രോച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ ഹോസ്റ്റൽ ബുക്കിങ്ങിനൊക്കെ നമുക്ക് നമ്മളെ ചെക്ക് ഔട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 10-11 മണിക്കാണ്. നമ്മൾ ഈ ഹോട്ടൽ ബുക്കിംഗ് 1 തൊട്ട് 4 വരെയുള്ള ബുക്കിങ്ങിനകത്ത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ 4-ാം തീയതി 11 മണിക്ക് രാവിലെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം. ഇനി 5 മുതലാണ് നമ്മൾ ബുക്കിംഗ് കാണിക്കുകയാണെങ്കിൽ 4 നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മിസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിച്ച് ബുക്ക് ചെയ്യുക. 1 തൊട്ട് 4 വരെ ഒരു ഹോട്ടൽ ബുക്കിംഗ് കാണിക്കുകയാണെങ്കിൽ അടുത്ത ബുക്കിംഗ് എടുക്കേണ്ടത് 4 തൊട്ട് 7 വരെയാണ്. അടുത്ത ബുക്കിംഗ് കാണിക്കേണ്ടത് 7 തൊട്ട് 10 വരെയാണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള നിങ്ങളുടെ ബുക്കിങ്ങിനകത്തുള്ള ഒരു നൈറ്റ് മിസ്സാവുന്ന രീതിക്കുള്ളൊരു ബുക്കിംഗ് ഒരിക്കലും കാണിക്കാതിരിക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർ നിങ്ങൾ എന്ന് വെച്ചാൽ കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യും, അതിനകത്ത് ഐറ്റിനറി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഈ ഐറ്റിനറി പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും ഒരു 3-4 സിറ്റി വിസിറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണിക്കും. അപ്പം ചിലപ്പം ഈ അവിടുത്തെ എംബസിയിലെ ആൾക്കാർക്ക് ഡൗട്ട് തോന്നിയിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കാം, എൻക്വയറി ചെയ്യാം. അപ്പോൾ എൻക്വയറി ചെയ്യുമ്പോഴേക്കും അവർ ചിലപ്പോൾ നിങ്ങളെ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ട്രാവൽ പ്ലാൻ, എവിടെയൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ചില ആൾക്കാർ ഈ പ്രൊവൈഡ് ചെയ്ത ഡീറ്റെയിൽ പ്രോപ്പറായിട്ട് പറയത്തില്ല കോളിൽ എൻക്വയറി ചെയ്യുമ്പോഴേക്കും. അതും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിജക്ഷൻ വരാൻ ഡിലേഡ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. അപ്പം ശരിക്കും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക, അത് വിളിക്കുമ്പോഴേക്കും അത് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യാനും കഴിയുക. മനസ്സിലായി? ഇതിപ്പം എപ്പോഴും സംഭവിക്കണമെന്നില്ല, ഇത് റെയറായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇങ്ങനെ വിളിച്ചാലും റോങ് ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴും അത് നമുക്ക് റിജക്ഷൻ വരാനുള്ള ചാൻസ് കൂട്ടും. അപ്പം ഈ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിജക്ഷൻ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. Booking.com വഴി പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം ബുക്ക് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പം സോളോ ട്രാവലാണെങ്കിൽ എപ്പോഴും യൂത്ത് ഹോസ്റ്റലൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. കാരണം അത് മിക്ക ആൾക്കാരും അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ശരിക്കും ഒരു
ടൂറിസം അപ്രോച്ചിന് പോകുന്ന ആൾക്കാർ ഒരു അപ്രോച്ചായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം യൂത്ത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫേമസും അല്ലെങ്കിൽ ടോപ്പ് റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റലാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ക്യാൻസൽ ചെയ്യാം. കാരണം 24 hours ബിഫോർ ക്യാൻസലേഷൻ പോളിസി ഉള്ളത് കൊണ്ട് തന്നെ ഈ Booking.com വഴി. അപ്പോൾ Booking.com പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അതൊരു വെൽ നോൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമുക്ക് അത് ബെനിഫിറ്റ് ചെയ്യുന്നത് 24 hours ബിഫോർ ക്യാൻസൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുവഴി തന്നെ ടോപ്പ് റേറ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ഹോട്ടലോ ഒക്കെ ചൂസ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതുവഴി നമുക്ക് എന്തിനുണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ളൊരു സബ്മിഷനായിട്ടത് അത് നമുക്ക് കാണിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു 3 പോയിൻ്റാണ് നിങ്ങൾ 3 അല്ലെങ്കിൽ 4 പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്പർ ഓഫ് ഒരു അല്ലെങ്കിൽ ഒരു റിജക്ഷൻ റേറ്റ് നമുക്കത് കുറയ്ക്കാൻ കഴിയും. പിന്നെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീണ്ടും കുറച്ച് നല്ല ട്രാവൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.